ഇടതു സർക്കാരിന്റെ തുടർച്ചയുണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നതായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്ത് ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനമായി കേരളം മാറി. 10 വർഷത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്തുപിടിക്കപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്നും സുജാത പറഞ്ഞു. ഇടതു സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്തുപിടിക്കപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി MS താരയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്ത് ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനമായി കേരളം മാറി. സംസ്ഥാന PSCകൾ വഴി നടത്തിയ നിയമനങ്ങളിൽ 65% നടന്നത് കേരളത്തിലാണ്. ഈ ഭരണത്തിന് തുടർച്ചയുണ്ടാകണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ വർഗീയത മുഖമുദ്രയാക്കി വോട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ കള്ളക്കഥകളും അപവാദ പ്രചരണങ്ങളും നടത്തി എങ്ങനെയും അധികാരത്തിലെത്താനാണ് UDF ശ്രമിക്കുന്നത്. സുജാത കൂട്ടിച്ചേർത്തു. രാജ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നടത്തുന്ന പരിശ്രമങ്ങൾ നമുക്കറിയാം. പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ തേങ്ങലുകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇസ്രയേൽ പലസ്തീനിൽ നടത്തിയ യുദ്ധത്തിൽ 1 ലക്ഷത്തോളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ 70,000-ഓളം വരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിരുന്നു. ഇസ്രയേലിന് ചെല്ലും ചെലവും കൊടുത്ത് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ആ യുദ്ധം അവിടെ ഉണ്ടാക്കിയത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അത് കഴിഞ്ഞപ്പോൾ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചു. അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് തന്നെയാണ്. ഈ 2 ഘട്ടത്തിലും ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരുന്നു? ഇന്ത്യ ഗവൺമെന്റ് ശക്തമായി ഇതിനെയൊക്കെ അപലപിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇസ്രയേൽ ചേർന്ന് നടത്തിയ പ്രസ്താവന നമ്മൾ കേൾക്കുകയുണ്ടായി. ഇറാൻ ഭരണാധികാരിയെ കൊലപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ നല്ല സുഹൃത്തായിരുന്നു ഇറാൻ. ഒന്ന് അപലപിക്കാൻ ഇന്ത്യൻ ഭരണാധികാരി തയ്യാറായില്ല. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി ജഗജ്ജീവൻ ലാലി, LDF നേതാക്കളായ A അനിരുദ്ധൻ, PV സത്യദേവൻ, സൂസൻ കോടി, P ബാലചന്ദ്രൻ, C രാധാമണി, PR വസന്തൻ, RS അനിൽ, AS ഷാജി, R സോമൻപിള്ള, കരിമ്പാലിൽ സദാനന്ദൻ, ഷിഹാബ് എസ് പൈനുമൂട്, സ്ഥാനാർത്ഥി MS താര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.